നമ്മൾ പോകുന്നത് തൊടുപുഴയിലേക്കാണ്. തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫ് എന്താണ് പറയുന്നത് നോക്കാം. നമുക്കറിയാം, കേരള നിയമസഭയിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അംഗവും പല വകുപ്പുകളിൽ മന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് PJ ജോസഫ്. അദ്ദേഹത്തിന്റെ ഒരു തലമുറ മാറ്റമാണ് നമ്മൾ തൊടുപുഴയിൽ കണ്ടത്. അപ്പോൾ കേരള കോൺഗ്രസിന് വീണ്ടും അർഹിക്കുന്ന പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ലഭിക്കുമോ എന്ന ചോദ്യത്തിന് അത് ലഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ചോദിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു ആ ഉത്തരം. എന്തായാലും ഇത്തവണ കേരള മന്ത്രിസഭ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ അപ്പു ജോൺ ജോസഫ് മന്ത്രിയാകുമെന്നൊരു ധാരണ പലർക്കുമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം. പാർട്ടി ചെയ്ത വിട്ടുവീഴ്ചകൾ എന്ന് പറയുന്നത് മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനും മുന്നണിയുടെ ഒരു ഭദ്രതയ്ക്കും വിജയസാധ്യതകളും ഒക്കെ കണക്കിലെടുത്ത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ആ ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള അത് ചെയ്തതിൻ്റെ ഒരു പരിഗണന തീർച്ചയായിട്ടും മുന്നണിയിൽ നിന്നും ഉണ്ടാകും. അത് തീർച്ചയായിട്ടും അത് മറ്റ് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. അത് മന്ത്രിസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന പോലെ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വെളിയിൽ വന്ന് UDF അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ മുന്നണി നേതൃത്വം ചേർന്ന് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരി. തൊടുപുഴയിലെ UDFൻ്റെ അവലോകന മീറ്റിങ്ങിൽ നമ്മൾ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് 37,000 വോട്ട് ഈ 12 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കൂടി പരിശോധിക്കുമ്പോൾ അങ്ങനെ ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.